കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ കുരുക്കുമുറുകുന്നു. സന്ദീപ് ഘോഷിനെയും കൃത്യത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന സഹപാഠികളെയും സിബിഐ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. മറ്റന്നാൾ പശ്ചിമബംഗാൾ സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവൃത്തി സമയം വിദ്യാർത്ഥികളും അധ്യാപകരും സമരത്തിൽ പങ്കെടുത്തതിൽ സർക്കാർ സ്കൂളുകൾക്ക് ബംഗാൾ സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പറഞ്ഞു. ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ആരോഗ്യ പ്രവർത്തകർ ഈ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് പ്രതിഷേധിച്ചെത്തുന്നതാണ്. ഇപ്പോൾ ഇനി വിദ്യാർത്ഥികൾ നേരെ സെക്രട്ടേറിയറ്റിലേക്കാണ് പ്രതിഷേധം. മാത്രമല്ല, പ്രധാനമന്ത്രി വിഷയം സൂചിപ്പിക്കുന്നു. എന്തൊക്കെയുണ്ടായി ആദിൽ? കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സിബിഐയുടെ അന്വേഷണവും ഒരു വഴിക്ക് പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനമായി നുണ പരിശോധന ഇന്ന് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനും ഒപ്പം ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന സഹപാഠികളെയും നുണ പരിശോധനയ്ക്ക് വിധേയരാക്കി എന്നുള്ളതാണ്. നുണ പരിശോധന കഴിയുന്നതോടെ ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് സിബിഐ കരുതുന്നത്. ഇനി മൊഴികൾ പരിശോധിച്ച ശേഷമാകും ഒരു നിഗമനത്തിലേക്ക് സിബിഐ എത്തുക എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം സന്ദീപ് ഘോഷിന് കുരുക്കുമുറുകയാണ്. മുൻ പ്രിൻസിപ്പൽ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിൽ ക്രമക്കേടുകളും അഴിമതിയും ഉണ്ടായിരുന്നു എന്ന് വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. ആ പരാതികളിൽ സിബിഐ കേസെടുക്കണം, അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ആന്റി കറപ്ഷൻ യൂണിറ്റ് സിബിഐയിലെ തന്നെ ഈ വിഭാഗം 15 സ്ഥലങ്ങളിൽ കൊൽക്കത്തയിൽ പരിശോധനയും റെയ്ഡും നടത്തി എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വിവരം. ഇത് സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലാണ്. സന്ദീപ് ഘോഷിന്റെ വീട്ടിൽ പരിശോധന നടത്തി. ഒപ്പം ഈ ആശുപത്രിയിലേക്ക് മെഡിക്കൽ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന വിതരണക്കാരുടെ വീടുകളിലും ഗോഡൌണുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം വൈസ് പ്രിൻസിപ്പലും മെഡിക്കൽ സൂപ്രണ്ടുമായിരുന്ന ആളുടെ വീട്ടിലും ഈ രൂപത്തിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സിബിഐയുടെ യൂണിറ്റ് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. 15 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് എന്നതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് വന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രതിഷേധമുണ്ടായിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധമുണ്ടായിരുന്നു. പ്രവൃത്തി സമയം പ്രതിഷേധിച്ചു എന്ന കാരണത്താൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധിച്ചു എന്ന കാരണത്താൽ സർക്കാർ സ്കൂളുകൾക്ക് ബംഗാൾ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്നുള്ളതാണ് ആവശ്യം. എന്തുകൊണ്ട് പ്രവൃത്തി സമയം മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം ഇങ്ങനെയൊക്കെ പരിശോധനകൾ നടക്കുമ്പോഴും കൃത്യത്തിൽ കൂടുതൽ ആൾക്കാർ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ ബംഗാളിലെ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗാൾ സെക്രട്ടേറിയറ്റ്, നബന്ന എന്നു പേരുള്ള ബംഗാൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു വലിയ ബഹുജന പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ. അത് മറ്റന്നാൾ ആണ് നടക്കുക. ചൊവ്വാഴ്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകി. നിയമം അത്തരത്തിൽ ശക്തമാക്കി വരികയാണെന്നും പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ പറഞ്ഞു. ആദിൽ പാലോടാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.